140 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന് ലോകകപ്പ് കളിക്കും എന്ന കാര്യം നമുക്കറിയില്ല. എന്നാൽ വെറും 6 ലക്ഷത്തിൽ താഴെ ജനങ്ങളുള്ള കേപ്പ് വേർഡ് എന്ന കുഞ്ഞൻ രാജ്യം അടുത്ത ലോകകപ്പിൽ കളിക്കും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ആഫ്രിക്കൻ രാജ്യം ലോകകപ്പിലേക്ക് എത്തിയ വഴി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കണ്ടു പഠിക്കാവുന്നതാണ്. സ്വപ്നം കഠിനാധ്വാനമാക്കി മാറ്റാൻ ശേഷിയുള്ള പോരാളികൾ കളത്തിലുള്ളപ്പോൾ അസാധ്യമെന്ന വാക്കിന് സ്ഥാനമില്ല. കേപ്പ് വേർഡിന്റെ ജേഴ്സിയിൽ കളത്തിലെ 11 പേരും ഗാലറിയിലെ 15,000 കാണികളും ശ്വാസം അടക്കി പിടിച്ച നിമിഷങ്ങൾ. ഒടുവിൽ ഫൈനൽ വിസിൽ. വെറും 5,25,000 ആളുകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രം ഫുട്ബോളിന്റെ വിശ്വവേദിയിലേക്ക്. എസ്വാറ്റിനിയെ എതിരില്ലാത്ത 3 ഗോളിനാണ് കേപ്പ് വേർഡ് തോൽപ്പിച്ചത്. ജയം ചരിത്ര നേട്ടത്തിലേക്ക് വഴിയായി. ഇതാദ്യമായി ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത. ഫുട്ബോളിൽ മാത്രമല്ല കായിക രംഗത്തെങ്ങും കേപ്പ് വേർഡ് എന്ന പേര് അധികമാരും കേട്ടിട്ടില്ല. ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേടിയത് പോലും കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ. 2018 ലോകകപ്പിൽ കളിച്ച ഐസ്ലാൻഡ് കഴിഞ്ഞാൽ ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് കേപ്പ് വേർഡ്. ജനങ്ങൾ അധികമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെയില്ല. ആഭ്യന്തര ലീഗ് ശക്തമല്ല എന്നിട്ടും ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചതിന് പിന്നിൽ ബുദ്ധിപരമായ നീക്കം നടത്തിയ ഭരണാധികാരികളുടെ ഇടപെടൽ പറയാതെ വയ്യ. വിദേശത്ത് ജനിച്ചു വളർന്നതും ഇപ്പോൾ വിവിധ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങൾക്ക് പൗരത്വം ഉറപ്പാക്കിയാണ് കേപ്പ് വേർഡ് വിജയസംഘത്തെ ഒരുക്കിയത്. സ്പാനിഷ് ക്ലബ്ബ് വിയാറയൽ താരം ലോഗൻ കോസ്റ്റ മാത്രമാണ് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ പന്ത് തട്ടുന്ന ഒരേയൊരു താരം. പോർച്ചുഗൽ, തുർക്കി, സൈപ്രസ്, ഇസ്രായേൽ, ഹംഗറി, ബൾഗേറിയ, റഷ്യ, ഫിൻലൻഡ്, അയർലൻഡ്, സൗദി അറേബ്യ, UAE രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് കേപ്പ് വേർഡിന് വേണ്ടി ഇത്തവണ പന്ത് തട്ടിയത്. മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുടെ അടുത്ത തലമുറയെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തപ്പോൾ ചരിത്ര നേട്ടം. 1975 പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ കേപ്പ് വേർഡ് 2002 ലോകകപ്പ് മുതലാണ് യോഗ്യതാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ 70ാം സ്ഥാനത്താണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ ദ്വീപ് രാഷ്ട്രം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.